ഞാൻ ഇത് 2006 കണ്ട ഫസ്റ്റ് ഷോ കണ്ടതാ. അന്ന് ആളൊന്നും ഇല്ലായിരുന്നു. ഇത്ര പിന്നീട് പടം ഹിറ്റായി. ഇന്നലെ രാത്രി 11 മണിക്ക് പോയിട്ട് സലൂണിൽ കയറി മുട്ട അടിച്ചാണ്. കൊള്ളാം. പക്ഷെ ഒരു വരയും കൂടി ഇടാണ്ട് അത് ഇടാൻ മിസ്സായി പോയി. നമ്മൾ സൂര്യ എന്ന് പറഞ്ഞാൽ ചാവണവരാണ്. അത് നമ്മുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂര്യയുടെ ഹാരിസിൻ്റെ ഒരു ഹാരിസിൻ്റെ മാജിക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൊല്ലത്തുനിന്നാണ് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടാ, ഞാൻ അതിനു വേണ്ടി വന്നു തന്നെ. അങ്ങനെ സൂര്യ അസിൻ ഒന്നിക്കുന്ന 2005 പുറത്തിറങ്ങിയ ഗജനി ഇന്ന് എല്ലാ പുതിയ സാങ്കേതിക വിദ്യകളോടുകൂടി 2024 ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൽ ഇത് കണ്ട പ്രേക്ഷകരുടെ ഒരു വൈബും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചോദിച്ചു നോക്കാം. എല്ലാവരും അത് കണ്ടിട്ട് എന്റർടൈൻമെന്റ്, എല്ലാവരും ഡാൻസും ബഹളവും പാട്ടും അതൊക്കെ. അല്ല, എപ്പോഴും സൂര്യ ഫാൻ ആയതുകൊണ്ട് എപ്പോഴും അത് കാണുമ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. ഗജനീനെ വൈബ് എന്ന് പറഞ്ഞാൽ ഗജനി ഒരു രക്ഷയില്ല. പണ്ടേ നമ്മൾ സൂര്യ എന്ന് പറഞ്ഞാൽ ചാവണവരാണ്. അത് നമ്മുടെ അടുത്തൊക്കെ വന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂര്യ എന്ന് പറഞ്ഞാൽ നമ്മളെ ചാവും. തിയേറ്ററിൽ കണ്ടപ്പോൾ സൗണ്ടൊക്കെ ഇപ്പോൾ അന്യായം. സൂര്യ എന്ന് പറഞ്ഞാൽ എവിടെ കണ്ടാലും നമുക്ക് അന്യായം. നടുപ്പില്ലാക സൂര്യക്ക്, നടുപ്പില്ലാക സൂര്യക്ക്. അടിപൊളിയായിരുന്നു. നമ്മൾ കണ്ട സിനിമ തന്നെ, പക്ഷെ എന്നാലും ഈ എല്ലാ ഫാൻസിന്റെ ഒന്നുകൂടെ റീ എക്സ്പീരിയൻസിന് അടിപൊളിയായിരുന്നു. പാട്ടൊക്കെ തന്നെ എല്ലാം സൂപ്പറായിരുന്നു. ഒന്നുകൂടെ കേൾക്കാൻ ബ്രോ, ഞാൻ ഇത് 2006 കണ്ട ഫസ്റ്റ് ഷോ കണ്ടതാ. അന്ന് ആളൊന്നും ഇല്ലായിരുന്നു. ഇത്ര പിന്നീട് പടം ഹിറ്റായി. പാട്ട് ഹിറ്റായി. വളരെ ഹാപ്പി. ഇന്ന് കണ്ട ഞാൻ കൊല്ലം ഗ്രാൻഡ് തിയേറ്റർ. സൂര്യക്ക് ഗജനി അടിപൊളിയാണ്. എൻ്റെ ഒരു 5-6ാമത്തെ തവണയാണ് കാണുന്നത്. പിന്നെ ഇന്നലെ രാത്രി 11 മണിക്ക് പോയിട്ട് സലൂണിൽ കയറി മുട്ട അടിച്ചാണ്. കൊള്ളാം. പക്ഷെ ഒരു വരയും കൂടി ഇടാണ്ട് അത് ഇടാൻ മിസ്സായി പോയി. എല്ലാവരും വൈബരും ഫ്രണ്ടൊക്കെ ഡാൻസെല്ലാം കളിച്ച് അടിപൊളിയായിരുന്നു. അതെ, സെക്കൻഡ് പാർട്ട് എടുക്കാനുള്ള കഥയൊന്നും അതിലില്ല. ഇനി ഇതിൽ അയണൊന്നും കൂടി റിലീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. റീ റിലീസ് വന്നപ്പോൾ തൊട്ട് വളരെയധികം ആകാംക്ഷയിലിരുന്ന ഒരു മൂവിയാണ്. മുന്നേ ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. അതെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഇന്ന ഫാനൊന്നുമില്ല, പക്ഷെ എനിക്ക് പുള്ളിക്കാരൻ റീസെൻ്റായിട്ട് ചെയ്യുന്ന പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. സോ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു. പുതിയ സിനിമ ഉണ്ടതായിരുന്നു. അടിപൊളിയായിരുന്നു. നൈസല്ലേ ഗജനി? പടം തന്നെ ഒരു ഫീൽ തന്നെയല്ലേ? പടം കൊള്ളാൻ കാണണം. നമ്മളെ പഴയ രീതിയല്ല, 4K മികവോടെ നല്ല രസമുണ്ട്. പിന്നെ യുവൻ ശങ്കറിൻ്റെ മ്യൂസിക് ഇതൊക്കെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു പ്രാവശ്യമുള്ള അത് വേറെ ഫാൻസ് ഒന്നും നോക്കാതെ കണ്ടു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനത്തെ ഒരു പടമാണത്. എക്സ്പീരിയൻസ് വീണ്ടും പഴയതുപോലെ. സൂര്യയുടെ ഹാരിസിൻ്റെ ഒരു ഹാരിസിൻ്റെ മാജിക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കൊല്ലത്തുനിന്നാണ് വന്നത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. തിയേറ്ററിൽ അതെ, ഞാൻ സ്കൂൾ ടൈം പഠിക്കുന്ന സമയത്തല്ലേ ഇത് റിലീസ്. അന്ന് കണ്ടിട്ടില്ല. സൂപ്പറായിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം 2005 ഈ പടം ഇറങ്ങിയപ്പം നമ്മളെ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരുന്നു. അപ്പം ഇത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു. അപ്പം ഇത് റിലീസ് ആയതിന് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. സൂര്യ ആദ്യമായിട്ട് കണ്ട ഒരു പടമാണ്. അപ്പം ഇപ്പം വീണ്ടും അത് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. കണ്ട അത് അടിപൊളിയായിരുന്നു. നല്ല രസമാണ്. നല്ലതായിരുന്നു. എല്ലാം നല്ല ക്രൗഡായിരുന്നു. നല്ല ക്രൗഡായിരുന്നു സൂര്യയുടെ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ചേട്ടാ, ഞാൻ അതിനു വേണ്ടി വന്നു തന്നെ. ഭയങ്കര കാര്യം മറക്കൂല. എല്ലാവരും അടിച്ചു കയറി വാ. പടം തകർത്ത് ഡാൻസ് കളിച്ച് മരിച്ച് കിടുപടം ഗജനി. എല്ലാവരും വന്ന അടിപൊളി. പഴയ പോലെ തന്നെ രസമുണ്ടായിരുന്നു. അതെ. എത്ര നാൾ കണ്ടാലും വീണ്ടും കാണുമ്പോൾ ആ ഒരു ഫീലുണ്ട്. അടിച്ചു പൊളിച്ചായിരുന്നു. നമുക്കിപ്പോൾ ഒരു 2005 ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു റീ റിലീസ് സിനിമയ്ക്ക് വരുന്നത്. സോ എൻജോയ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ആ ഒരു ഓളവും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ള ടി വി കണ്ടത് അതിനെയും കാട്ടി കുറച്ചും കൂടെ സൗണ്ട് എക്സ്പീരിയൻസും ക്ലാരിറ്റിയും എല്ലാം കുറച്ചും കൂടെ. ഫാൻസിൻ്റെ റിയാക്ഷൻ എന്ന് വെച്ചാൽ സന്തോഷമാണ്. കാരണം ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ പഴയ പടം തന്നെ പിന്നെ റീ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അതും നമുക്കും ഒരു നല്ലൊരു
എന്താ പറയാ പറയാൻ പറ്റില്ല അത്രയ്ക്ക്. അടിപൊളി പടം, രോമാഞ്ചം. രണ്ടാമത് കണ്ടപ്പോൾ രോമാഞ്ചം. രണ്ടാമത്തെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, സൂപ്പർ.